ഓൺലൈൻ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്ന റെഫറൻസ് പിക്കിലുള്ള നെക്ലസ് ആണ് ചെയ്ത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പേളിൻ്റെ പെൻഡൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പല കളേഴ്സിലും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പേളിൻ്റെ പെൻഡൻറ്റ് ഇല്ലാന്ന് കരുതി വിഷമിക്കേണ്ട. ഈ പേളിൻ്റെ പെൻഡൻറ്റിന് പകരം നമുക്ക് വേറെ കുറച്ച് ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഗുങ്കുരു ചെറിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഗുങ്കുരു നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ബീഡ്സിൻ്റെ സെയിം കളറിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ്, കുറച്ചുകൂടി വലിയ സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ട് ഫ്യൂസ് വയറിൽ ഇതുപോലെ കോർത്തെടുത്ത് നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ത്രെഡായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗിയർ വയർ ആണ്. ഗിയർ വയർ നല്ല ലെങ്ത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗിയർ വയറിന് പകരം നമുക്ക് ബാക്ക് ത്രെഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഗിയർ വയർ ആകുമ്പോൾ പൊട്ടിപ്പോകും എന്നുള്ള ടെൻഷൻ ഇല്ല കേട്ടോ. അങ്ങനെ നല്ല ലെങ്ത്തിന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഗിയർ വയറിന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരറ്റത്ത് ഇതുപോലെ 2 ഗിയർ ലോക്കിംഗ് ബീഡ്സ് ഇട്ടിട്ട് ഈ ഒരു അറ്റത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വളരെ ചെറിയ ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 2 ബീഡ്സിനെയും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് ഹുക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാലയുടെ ഒരറ്റമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഡ്സ് എങ്ങനെയാണ് കോർക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ബീഡ്സ് കോർക്കാനായിട്ട് 2 ലെയറായിട്ടുള്ള ഈ ഒരു ത്രെഡിൻ്റെ താഴത്തെ ലെയറിൽ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലത്തെ ലെയറിൽ 3 ബീഡ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 3 ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം താഴത്തെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത ലെയറിലെ ആ ഒരു ത്രെഡിനെ എടുക്കും. ആ ത്രെഡ് എടുത്തിട്ട് തൊട്ട് മുകളിലുള്ള ആ 3 ബീഡ്സ് ഇട്ടതിൽ 3ാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലേക്കാണ് ഈ താഴത്തെ ത്രെഡ് ഒന്ന് കടത്തി കൊടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് സ്ലോ ചെയ്തുകൂടി കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ആ 2 ത്രെഡിൻ്റെയും അറ്റം ചേർത്ത് നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ അത് വലിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബീഡ്സ് താഴേക്ക് ഇതുപോലെ ഇറങ്ങി വന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതവിടെ സെറ്റായിട്ട് ഈ കാണുന്ന പോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലത്തെ 4 ബീഡ്സ് ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ബീഡ്സാണ് വേണ്ടത്. 4 ബീഡ്സിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഇതിലൊരു ബീഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി 3 ബീഡ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത 3 ബീഡ്സ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അടുത്ത 3 ബീഡ്സ് മതി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഇവിടെ ഒരു ബീഡ്സ് ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലും താഴെയും ഓരോ ബീഡ്സ് വരും. പിന്നെ ഈ ഒരു സൈഡിലും നമുക്കൊരു ബീഡ്സ് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ 3 ബീഡ്സ് എടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ആ ഒരു ത്രെഡ് ഇതുപോലെ എടുക്കുക. അതിൻ്റെ അറ്റത്ത് നേരത്തെ നമ്മൾ 3 ബീഡ്സ് ഇട്ട് കൊടുത്തില്ലേ, അവിടെ നമുക്ക് 2 ബീഡ്സ് മാത്രം ഇട്ട് കൊടുക്കാം. അതിനുശേഷം താഴെ ഇതുപോലെ ഒരു ബീഡ്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നേരത്തെ ചെയ്ത ആ സെയിം മെത്തേഡ് തന്നെ ഒരെണ്ണം ഉള്ളതിനെ നമ്മൾ ആ 2 ഉള്ളതിൽ 2ാമത്തേൻ്റെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഒരു 4 എണ്ണം കൂടി ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 എണ്ണം കൂടി ചെയ്തതിന് ശേഷം മാത്രം പെൻഡൻറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. കാരണം ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ഹുക്കിൻ്റെ ബാക്കിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. അവിടേക്ക് പെൻഡൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പെൻഡൻറ്റ് അവിടേക്ക് വന്നാലും അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിവിടെ 6 എണ്ണം മതിയെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കുക. എത്രത്തോളം വേണമെന്നുള്ളത് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. എനിക്ക് 6 എണ്ണം വന്നപ്പോൾ കറക്റ്റായി. പലരുടെയും നെക്കിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഒരു അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എല്ലാവർക്കും 6 എണ്ണം തന്നെ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് 6 കൂടുതലായിരിക്കാം, ചിലർക്ക് 6 കുറവ് മതിയായിരിക്കാം. കിഡ്സിനൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി പെൻഡൻറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പെൻഡൻറ്റ് ഇടാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ 2 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്ത ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പെൻഡൻറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഴയ സ്റ്റെപ്പ് തന്നെയാണ് ആ ഒരെണ്ണം ഇട്ട് കൊടുത്തത്. ഇപ്പോൾ പിന്നെ പെൻഡൻറ്റ് എന്ന് പറയാമല്ലോ. പെൻഡൻറ്റ് ഇട്ട് കൊടുത്ത ആ ഒരു ത്രെഡിനെ എടുത്തിട്ട് തൊട്ട് മുകളിലുള്ള ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങോട്ട് ഇച്ചിരി ശ്രദ്ധയോട് കൂടെ വേണം ചെയ്യാൻ കേട്ടോ. കാരണം പെൻഡൻറ്റ് കൂടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് താഴത്തെ ലെയറും മുകളിലത്തെ ലെയറും ത്രെഡ് തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അറ്റത്തുനിന്നേ തന്നെ ത്രെഡ് കറക്റ്റാണോ എടുത്തിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ത്രെഡ് ഇതുപോലെ എടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ത്രെഡ് നോക്കുക, താഴത്തുനിന്ന് ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു ത്രെഡ് നോക്കുക. അത് രണ്ടും നല്ല രീതിയിൽ നോക്കുക. താഴെയാണ് നമ്മൾ പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എവിടെയാണ് ആ 2ൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് വേണം ഈ ഒരു അറ്റത്ത് നമ്മൾ ത്രെഡിനെ പിടിച്ചു കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ മുകളിൽ എത്രയാണ് 2 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്, താഴെ ഒരു ബീഡ്സും പെൻഡൻറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പെൻഡൻറ്റ് തിരിഞ്ഞോ മറിഞ്ഞോ പോകാനൊന്നും പാടില്ല.
ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്ന പെൻഡൻറ്റ് അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ പെൻഡൻറ്റ് വരേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പെൻഡൻറ്റിൻ്റെ എണ്ണമാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കുക, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് എത്രത്തോളം പെൻഡൻറ്റ് വേണം, അല്ലെങ്കിൽ നെക്കിൻ്റെ എവിടം മുതൽ എവിടം വരെ പെൻഡൻറ്റ് വേണോ എന്നുള്ളത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ലെങ്ത്ത് അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു നെക്ലസ്സിൽ കൊണ്ടുവരാനായിട്ട്. ഇവിടെ ഞാൻ ഇത്രയും ഫിനിഷ് ചെയ്തെടുത്തതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് നോക്കാനായിട്ട് മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം ആ ഒരു ഹുക്കിൻ്റെ അറ്റത്ത് നിന്നാണ് നമ്മൾ എവിടം വരെ ഫിനിഷ് ചെയ്ത് നിർത്തി അവിടം വരെ എടുക്കാൻ കേട്ടോ. അപ്പോൾ 3 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്ക് ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 20 പെൻഡൻറ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ നെക്കിൻ്റെ സൈസ് അനുസരിച്ച് എനിക്ക് 20 പെൻഡൻറ്റ് ആഡ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ലാസ്റ്റ് പെൻഡൻറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമ്മളിവിടെ എത്രത്തോളം ആണോ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ബീഡ്സ് അത് തന്നെ നമ്മൾ ഈ ഒരു സൈഡിലും ചെയ്തെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടറ്റത്തെയും ബീഡ്സൊക്കെ ഒരുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇനി ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ 2 ത്രെഡിനെയും ഇതുപോലെ നമുക്ക് രണ്ടറ്റത്തോട്ടാണ് നിൽക്കുന്നത്. ഇനി അതിലൊരു ത്രെഡിനെ ഇതുപോലെ തൊട്ട് താഴെയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി കൊടുക്കണേ. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തി കൊടുക്കുക. ഇതുപോലെ ക്രോസ് ചെയ്ത് നമുക്ക് തൊട്ട് മുകളിലുള്ള ആ ഒരു ത്രെഡിൻ്റെ അടുത്ത് ഈ ഒരു ത്രെഡിനെ എത്തിക്കണം. അപ്പോൾ താഴെയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് തൊട്ട് മുകളിലുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും കൂടെ കടത്തി കൊടുക്കുമ്പോൾ ആദ്യം കണ്ട ആ ഒരു ത്രെഡിൻ്റെ അടുത്ത് ഈ ഒരു ത്രെഡ് എത്തും. അപ്പോൾ ഈ ഒരു രീതിയിൽ ത്രെഡിനെ നമ്മൾ ഒന്ന് കൂട്ടിമുട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നോക്കുക ഏതൊക്കെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺ പോകരുത് കേട്ടോ. ക്രോസായിട്ട് തന്നെ ഈ ഒരു ത്രെഡിനെ കടത്തി കൊടുക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഇതുപോലെ 2 ത്രെഡും കൂടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ ഇതുപോലെ നേരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് വയ്ക്കുക. അതായത് നമ്മുടെ ആ ഒരു ഗ്രീൻ ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നമ്മൾ ഈ ത്രെഡിനെ ഒന്ന് കടത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൂപ്പാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്കിവിടെ 2 ലെയറായിട്ട് ത്രെഡ് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒറ്റ ലെയറിൽ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നേരെ താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ അറ്റം നമുക്ക് ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിനെ നന്നായിട്ട് താഴേക്ക് വലിച്ചിട്ടാണ് നമ്മൾ ലൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ വലിപ്പം നമ്മൾ ആദ്യം ചെയ്ത സെയിം ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വന്നാലോ, അതുകൊണ്ട് ആ സെയിം തന്നെ ചെയ്ത് കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെക്ലസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ത്രെഡും കൂടി കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഹുക്കോ ഡോരിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോരിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് ഹുക്ക് ചെയിൻ വാങ്ങിക്കാൻ കിട്ടും, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡോരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാലയുടെ കറക്റ്റുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണ്ടേ, ലെങ്ത്തും കൂടി കാണിച്ചു തരാം. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് 9.25 ഇഞ്ചിലാണ് നമ്മുടെ നെക്ലസ് ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അയച്ചു തരിക. ഇത് എനിക്ക് കിട്ടിയ അളവാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ബീഡ്സിൻ്റെ സൈസിനനുസരിച്ച് ഈ ഒരു അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു മാലയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി ഇതൊന്ന് വേറെ ഇതുകൂടെ കാണിച്ചു തരാം, അതും കൂടെ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ.